അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്രഹത്തിൻ്റെ ആനപ്പടയെ നേരിടാൻ നമുക്കൊരിക്കലും കഴിയില്ല എന്ന് നേതാവായ അബ്ദുൽ മുത്തലിബ് പറഞ്ഞതോടുകൂടെ അത്തരം ചിന്തയിൽ നിന്നെല്ലാം മക്കക്കാർ പിന്മാറുകയും അവർ സ്വന്തം ശരീരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അവർ മക്കയിലെ കുന്നുകളിലേക്കും മലകളിലേക്കും പോവുകയാണ് ചെയ്തത്. പക്ഷേ അതേസമയം ഏതാണ്ട് മിന പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന അബ്രഹത്തിന് ഒരു പ്രകോപനവും കാണുന്നില്ല എങ്കിൽ മക്കയിലേക്ക് നമുക്കങ്ങോട്ട് ഇരച്ചു കയറാം എന്ന് പറയാനും കഴിയുന്നില്ല. അതിന് കാരണമുണ്ട്. അന്നത്തെ ആൾക്കാർ അവർ വലിയ യുദ്ധക്കൊതിയന്മാരായിരുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും അവർ ചില മാന്യതകൾ എപ്പോഴും പുലർത്തുമായിരുന്നു. ആ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാവാതെ, പ്രത്യക്ഷത്തിലുള്ള എന്തെങ്കിലും ഒരു കാരണമുണ്ടാവാതെ കഅബാലയത്തെ നേരെ ചൊവ്വെ ചെന്ന് തകർക്കുക എന്ന് പറയുന്നത് ശരിയല്ല എന്ന് അബ്രഹത്ത് വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അബ്രഹത്ത് ശ്രദ്ധിച്ചത് എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കാൻ വേണ്ടിയാണ്. അതിനു വേണ്ടി അബ്രഹത്തിൻ്റെ ആൾക്കാർ ആ പ്രദേശത്ത് മേഞ്ഞു തിന്നിരുന്ന ആടുമാടുകളെ പിടികൂടി. അപ്പോൾ അതിൻ്റെ ഉടമകൾ തിരഞ്ഞു വരുമല്ലോ, ചോദിക്കാൻ വരുമല്ലോ. അപ്പോൾ അവരോട് അതിൻ്റെ പേരിൽ കയർക്കാം. അപ്പോൾ ഒരുപക്ഷെ അവരിങ്ങോട്ട് ആക്രമിച്ചേക്കാം. അപ്പോൾ കാരണമായി ആ ആക്രമണത്തിന് പ്രതികാരം ചെയ്യുക, പകരം വീട്ടുക എന്ന അർത്ഥത്തിൽ കഅബാലയത്തിലേക്ക് ഇരച്ചു കയറാം. അതായിരുന്നു അബ്രഹത്തിൻ്റെ ആഗ്രഹവും താല്പര്യവും. പക്ഷേ ആരും അങ്ങനെ വന്നില്ല. അബ്രഹത്ത് ക്ഷമയോടെ കാത്തു നിന്നു. അവസാനം വന്നതാരായിരുന്നു എന്നറിയാമോ? മക്കയിലെ നേതാവും ഏറെ പ്രായം ചെന്ന ആളുമായിരുന്ന അബ്ദുൽ മുത്തലിബ് തന്നെയായിരുന്നു. പ്രായാധിക്യത്തിൽ അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിൻ്റെ മുമ്പിൽ ചെന്നു. അബ്രഹത്ത് ചോദിച്ചു, താങ്കൾക്ക് എന്ത് വേണം? അബ്രഹത്തിനോട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, താങ്കൾ പിടികൂടിയ ആടുമാടുകളുണ്ടല്ലോ, അത് എൻ്റേതാണ്. ആയതുകൊണ്ട് എൻ്റെ ആടുമാടുകളെ എനിക്ക് നിങ്ങൾ തിരിച്ചു തരണം. അത് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അബ്രഹത്ത് പരിഹാസഭാവേന അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു, ഹേ മനുഷ്യ, വയസ്സാ, ഞാനും എൻ്റെ സൈന്യവും വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഞങ്ങൾ നിങ്ങളുടെ കഅബാലയം തകർക്കാൻ വേണ്ടി വന്നതാണ്. അതിനിടയിലാണ് നിങ്ങൾ നിങ്ങളുടെ ആടുമാടുകളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചു. അബ്ദുൽ മുത്തലിബ് സമചിത്തതയോടുകൂടെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ കഅബാലയം, അതിനെ സംരക്ഷിക്കാനും അതിനെ കാക്കാനും അതിനെ നോക്കാനും അതിൻ്റെ ഒരു റബ്ബുണ്ട്. അതേസമയം ആടുമാടുകൾ, അതിൻ്റെ റബ്ബ് തൽക്കാലം ഞാനാണ്. ആയതുകൊണ്ട് ഞാൻ അതിനെയാണ് ആവശ്യപ്പെടുന്നത്. കഅബാലയത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ തീരുമാനവുമായി മുന്നോട്ട് പോകാം. അബ്രഹത്തിന് വേണ്ടത് എന്തെങ്കിലും ഒരു കാരണമുണ്ടായി കിട്ടുകയാണ്. അത് ഇത്ര സമചിത്തതയോടെ സംസാരിക്കുന്ന ഈ വൃദ്ധനിൽ നിന്നുണ്ടാവില്ല എന്ന് അബ്രഹത്തിന് മനസ്സിലായി. ആയതുകൊണ്ട് അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിൻ്റെ ആടുമാടുകളെ നിരുപാധികം വിട്ടുകൊടുക്കാൻ വേണ്ടി പറയുകയാണ്. അത് കഴിഞ്ഞ് ഇനി ഏതായാലും മക്കായിലേക്ക് ഇരച്ചു കയറുക തന്നെ എന്ന് തീരുമാനിച്ച് അതിനു വേണ്ടി നാളെ രാവിലെ പുറപ്പെടാം എന്ന തീരുമാനത്തോടുകൂടി ഇരിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ അതിന് വേണ്ടി അവർ ഒരുങ്ങുമ്പോഴാണ് വഅർസല അലൈഹിം ത്വയ്റൻ നബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അബാബീൽ പക്ഷികളെ ചുടുകട്ടകളുമായി അള്ളാഹു പറഞ്ഞയച്ചതും അബ്രഹത്തിൻ്റെ സേനയെ നശിപ്പിച്ചതും. അബ്രഹത്തിൻ്റെ സേനയിൽ 3/4 ഭാഗവും അവിടെ വെച്ച് തന്നെ മരിച്ചു വീണു എന്നാണ് ചരിത്രം. അതേസമയം അബ്രഹത്ത് മരിച്ചോ മരിച്ചില്ലയോ എന്നതിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഏതായിരുന്നാലും അള്ളാഹു വലിയ ഒരു സൂചന നൽകുകയായിരുന്നു ലോകത്തിന് മുഴുവനും ആ സംഭവത്തിലൂടെ. ആ സൂചന എന്താണെന്നറിയാമോ? ലോകത്തിൻ്റെ ശ്രദ്ധ മക്കായിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം ഈ മക്ക
ഇനി ലോകത്തിൻ്റെ കേന്ദ്രമാകാൻ പോവുകയാണ്. ഈ മക്കയിൽ ഇനി അത്ഭുതങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. അതുകൊണ്ടായിരുന്നുവല്ലോ ഈ സംഭവം കഴിഞ്ഞ് 51-ാമത്തെ ദിവസമായിരുന്നു മഹാനായ അഷ്റഫുൽ വറ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.